തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. ഇപ്പോൾ ആളൂർ വഴി അത്താണിയിൽ എത്താം. മുരിങ്ങൂരും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. കൊടകര, പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ പോകാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാർ പറഞ്ഞു. പ്രതികരണം ആദ്യം, ശേഷം വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകും. നിലവിൽ ബ്ലോക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുരിങ്ങൂരത്തെ ബ്ലോക്കിന് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ മുരിങ്ങൂരിൽ ഡൈവർഷൻ, സ്ഥിരം ഡൈവർഷൻ പോയിന്റ് ലൈറ്റ് വെഹിക്കിൾ, അത് നേരെ കറോറ്റി ഭാഗത്ത് ചെന്ന് ചേരുന്നതാണ്. കൂടാതെ കൊടകരയിൽ നിന്നും അണ്ടർപാസ് വഴി തിരിച്ച് മാള റൂട്ടിൽ അങ്കമാലി അതുപോലെ തന്നെ അത്താണി ഭാഗത്തേക്ക് ഇറാവുന്നൊരു സംവിധാനം. കൂടാതെ കോട്ടയിൽ നിന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന എറണാകുളത്ത് വരുന്ന വണ്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കോട്ടയിൽ നിന്ന് നേരെ ഡൈവർഷൻ അണ്ടർപാസ് വഴി കൊടുത്ത് ആളൂർ വന്നിട്ട് ഈ രണ്ട് സൈഡും ആളൂർ വന്ന് ആളൂർ മാള വഴി നേരെ അങ്കമാലി ഭാഗത്തേക്ക് പോകാനുള്ളൊരു സംവിധാനമാണ്. ആൾട്ടർനേറ്റീവ് നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങൾ വേണ്ട. വിഷ്ണു, എന്തൊരവസ്ഥയല്ല, ഇത്രയും മണിക്കൂറുകളൊക്കെ ദേശീയപാതയിൽ കുടുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത്? എങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്? ഈ കുരുക്കഴിക്കാൻ എന്തു വലിയ പ്രയത്നമാണ് നടത്തേണ്ടി വരുന്നത്? ദിവസം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കാണ് ഇന്നിപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഏകദേശം അത് ഒരുവിധം ഒന്ന് പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊടകര മുതൽ പോട്ട മുതൽ ചാലക്കുടി വരെ, ചാലക്കുടിക്ക് ഇപ്പുറം മുരിങ്ങൂർ വരെയായിരുന്നു ഇന്ന് പ്രധാനമായും ഗതാഗത കുരുക്ക് രൂക്ഷമായി ഉണ്ടായിരുന്നത്. മണിക്കൂറുകളോളം വാഹനങ്ങൾ, പല ഇടങ്ങളിൽ നിന്ന് വന്ന വലുതും ചെറുതുമായിട്ടുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളമാണ് ഈ ഗതാഗത കുരുക്കിൽ പെട്ടത്. ഒന്ന് അനങ്ങാൻ പോലും, ഒരു ഇഞ്ച് നീങ്ങാൻ പോലും മണിക്കൂറുകൾ സമയമെടുക്കുന്ന അത്രയും രൂക്ഷമായിരുന്നു ഇന്ന് ഈ പ്രദേശത്തെ ഗതാഗത കുരുക്ക്. അതിനിപ്പോൾ ഒരു തരത്തിൽ ഒരു ചെറിയ പരിഹാരമായി എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടാൻ വേണ്ട ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും കൊടകരയിൽ നിന്നും വഴിതിരിക്കുന്നു. അതുപോലെ പോട്ടയിൽ നിന്നുമാണിപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത്. ആളൂര്, അതുപോലെ തന്നെ മാള തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി അത്താണിയിൽ ചെന്ന് ചേരാവുന്ന തരത്തിലാണ് ഈ ഒരു ഗതാഗതം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും എയർപോർട്ടിലോട്ട് പോകുന്നത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് എത്താൻ ഈ മാർഗം, പ്രത്യേകിച്ചും എന്തുകൊണ്ടും ഈ മാർഗം എയർപോർട്ടിൽ പോകുന്നവർ നിർബന്ധമായും ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി തന്നെ നേരിട്ട് പറയുന്നത്. മാത്രമല്ല, ചാലക്കുടിക്ക് ശേഷം മുരിങ്ങൂരിന് മുൻപായി മറ്റൊരു വഴി കറുകുറ്റിയിലേക്ക് എത്താവുന്ന തരത്തിലുള്ള മറ്റൊരു വഴിയും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി വിഷ്ണു, എന്തായാലും ഈ വഴി യാത്ര ചെയ്യുന്നവർ നമ്മൾ വാർത്തയുടെ താഴെയും ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വഴി തിരിച്ചുവിടുന്നത് എന്ന്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മറ്റ് വഴികൾ പരിചിതമായ ആളുകളുണ്ടെങ്കിൽ മറ്റു വഴികളിലൂടെയൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോവുക.